ഇതാണ് സൂപ്പർവൈസർ പറഞ്ഞ പുതിയ ആള്. ആ നാട്ടിന്ന് കേറിയപ്പോഴേ യൂണിഫോം എടുത്തിട്ടൂലേ? ഏതാ എന്റെ മുറി? മുറിയാ? ഇതാ നിങ്ങളുടെ മുറി. ഇന്നു മുതൽ ഈ 6 അടി കട്ടിലിന്റെ ജന്മി നിങ്ങളാ. ആ അല്ല, ഫാക്ടറി ജോലിക്കിടയിൽ എന്തൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അത്? അത് തൊഴിലാളികളുടെ മുഖം നോക്കി അവരുടെ സ്വഭാവം മനസ്സിലാക്കുക. മനസ്സിലാക്കിയോ? മനസ്സിലാക്കി. ഇവിടുത്തെ തൊഴിലാളികൾ കൂടുതലും പിന്തിരിപ്പം മൂരാച്ചികളാണെന്ന് മനസ്സിലാക്കി. സിദ്ധാർത്ഥ, 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 സിദ്ധാർത്ഥ. മുകുന്ദേട്ടൻ, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു? ആണോ? അയ്യോ, ഈ ബഹളത്തിനിടയ്ക്ക് കേക്കണ്ടേ. പിന്നെ എങ്ങനെയുണ്ട് മുകുന്ദേട്ട ജോലിയൊക്കെ? നല്ല സുഖമല്ലേ? നല്ല സുഖമാണ്. ഒരു പ്രത്യേക തരം സുഖം. ജനിച്ചിട്ട് ഇത്രയും കാലമായിട്ടും കിട്ടാത്തൊരു സുഖം. അപ്പൊ കൂടെ പറിക്കുന്നവർക്കും ഇതുപോലെ സുഖല്ലേ? അവർ ഈ സുഖം കുറെ നാളായിട്ട് അനുഭവിക്കുന്നത് കൊണ്ട് അവർക്ക് എന്റെ അത്ര സുഖമുള്ളതായി തോന്നിയില്ല. അല്ല, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. പാർട്ടി സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് കൊടുക്കണ്ടല്ലേ? അത് ഞാൻ അപ്പപ്പോ നോട്ട് ചെയ്യുന്നുണ്ട്. 12 മണിക്കൂർ തുടർച്ചയായി ചുമടെടുക്കുന്നതിലോ, വാതിലില്ലാത്ത കുളിമുറിയിൽ കുളിക്കുന്നതിലോ, ഉപ്പില്ലാത്ത കുബൂസ് തിന്നുന്നതിലോ ഒന്നിനും ഒരു വിരോധമില്ല. പിന്നെ എന്താ പ്രശ്നം? പക്ഷേ ഇച്ചിരി കാറ്റും ഇച്ചിരി വെളിച്ചമുള്ള സ്ഥലത്തായിരുന്നു പണിയെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. എന്തിനാ ഇച്ചിരി കാറ്റും ഇച്ചിരി വെളിച്ചമാക്കണേ? നല്ല കാറ്റും നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് ഞാൻ ആക്കി തരാം, പോരെ? അത് മതി. ദോഷം പറയരുതല്ലോ. നല്ല കാറ്റും വെളിച്ചോ. നിങ്ങൾ മലയാളിയാ? അതെ. എനിക്ക് നിങ്ങളുടെ മുതലാളി ഒന്ന് കാണണം. ഈ സ്ഥാപനത്തെ പറ്റിയും ഇവിടെ നടക്കുന്ന അനീതികളെ പറ്റിയും വിശദമായ ഒരു പരാതി ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. അത് മുതലാളിക്ക് കൊടുക്കണം. നിങ്ങളാരാണ്? അങ്ങനെ പ്രത്യേകിച്ച് ആരുമല്ല. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാൾ എന്ന് വേണേ പറയാം. MD ഒരു മീറ്റിംഗിലാ. ഞാൻ വെയിറ്റ് ചെയ്യാം. നിങ്ങളിതൊന്ന് കൊടുക്കൂ. ഇരിക്കൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നാട്ടിലെ കമ്പനികളൊക്കെ പൂട്ടിച്ച ശേഷമാണ് ഇങ്ങോട്ട് കയറി പോകുന്നത്. റിലാക്സ്, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. അപ്പൊ എന്താ കുടിക്കാൻ വേണ്ടത്? ചായയോ കോഫിയോ ജ്യൂസോ? 1 മിനിറ്റ്. മിസ് മെർലിൻ, ഗെറ്റ് മീ എ ജ്യൂസ്. ഞാൻ തന്ന പരാതി കണ്ടോ? കണ്ടു, വായിച്ചു. ഇവിടെയും സജീവമാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനം. പരാതിയാണെങ്കിലും മലയാളം കണ്ടപ്പോൾ ഞാൻ നാടിനെ ഓർത്തുപോയി. കുഴപ്പങ്ങളെല്ലാം കണ്ടുപിടിച്ച് വിശദമായി എഴുതിയിട്ടുണ്ടല്ലോ. ഒരു യൂണിയൻ നേതാവുമായി തൊഴിൽ തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുക എന്നത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ നൊസ്റ്റാൾജിക്കാനുള്ള അനുഭവമാണ്. നാട്ടിൽ നിന്ന് പോകുന്ന ശേഷം ഐ റിയലി മിസ് ഇറ്റ്. ഗിവ് ടു ഹിം. യെസ് പ്ലീസ്. കഴിക്കേ. 100 കണക്കിന് തൊഴിലാളികളുള്ള സ്ഥാപനമല്ലേ. മുകുന്ദൻ ജോയിൻ ചെയ്ത് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് സഖാവിന്റെ യോഗ്യതയ്ക്കും മുൻകാല പരിചയവും അനുസരിച്ച് ഒരു പണി തരാൻ പറ്റിയില്ല. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്.
സമരം ചെയ്തത് കുഞ്ഞുണ്ണിയോടുള്ള വ്യക്തിവിരോധം കൊണ്ടല്ലെന്ന് ഇപ്പോഴെങ്കിലും ബോധ്യമായല്ലോ. എനിക്ക് തൃപ്തിയായി. അയ്യോ, ഞാൻ അതൊക്കെ അപ്പോഴേ മറന്നില്ലേ. ഇപ്പോഴത്തെ പ്രശ്നം നല്ലൊരു ജോലിയാ. മുകുന്ദൻ എന്ത് പണിയാ ഞാൻ തരിക? നാട്ടില് തൊഴിലാളികളെ നയിച്ചല്ലേ എക്സ്പീരിയൻസ് ഉള്ളൂ. പക്ഷെ സാരമില്ല, മേലനങ്ങി പണിയെടുത്ത് ശീലമില്ലാത്ത സഖാക്കൾക്ക് പറ്റിയ പണിയും എൻ്റെ കയ്യിലുണ്ട്. സഖ ഒരു കാര്യം ചെയ്യൂ, ഇതാ ഈ ഡാറ്റാസൊക്കെ ഈ ലാപ്ടോപ്പിലോട്ടൊന്ന് ഫീഡ് ചെയ്തോളൂ. പണിയില്ലാപ്പട പെരുകും നാടിന് മോചനമില്ലെന്നറിയുക നാം. പണിയെത്തിക്കൂ കൈകളിലെല്ലാം എന്നിട്ടാകാം കമ്പ്യൂട്ടർ തൊലയട്ടെ. പാർട്ടി പഴയ തീരുമാനങ്ങളിൽ നിന്ന് അല്പസ്വല്പം മാറിയെങ്കിലും വ്യക്തിപരമായി ഞാൻ കമ്പ്യൂട്ടറിനെതിരാണ്. അല്ലാതെ അറിയാഞ്ഞിട്ടല്ല അല്ലേ? അത് പോട്ടെ. Seydi? Seydi? You Malabari? Mammootty, Mahalal, Stereoscopy. What? Mammootty, Mahalal, Stereoscopy. സിറോസ്കോപ്പി നോ സുരേഷ് ഗോപി. Stereoscopy. സിറോസ്കോപ്പി നോ സുരേഷ് ഗോപി. ന്യൂ ഫിലിം വ്യാജ CD. Favdaram. നോ ജോബ്, നോ ഹൗസ്, നോ TV. യു നേപ്പാളി? I, Shumin, China. ചൈന? കമ്മ്യൂണിസ്റ്റ് ചൈന? ഗ്രേറ്റ് കമ്മ്യൂണിസ്റ്റ് ചൈന? 你能找到一份好工作，下次我们见面的时候买我的 CD 哈。മർദ്ദകരും ചൂഷകരുമില്ലാത്ത ചൈന, തൊഴിലു തണ്ടി യൗവനങ്ങൾ അലയാത്ത ചൈന, നന്മയുടെ ജന്മഭൂമി നല്ല നാട് ചൈന, നല്ല നാട് ചൈന. മർദ്ദകരും ചൂഷകരുമില്ലാത്ത ചൈന, തൊഴിലു തണ്ടി യൗവനങ്ങൾ അലയാത്ത ചൈന. Madam, CD? No thanks. China. Wait. You China, I Kerala, communist. China full communist, Kerala full communist. Your Mao Zedong is our P. Krishnapillai. Ingulab Sindabad. ചൈനയും ഇന്ത്യയും തമ്മിൽ പണ്ട് യുദ്ധം ഉണ്ടായപ്പോ ഞങ്ങൾ ചൈനയോടൊപ്പം നിന്നു. പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരം 1942 1942. അപ്പോ ബ്രിട്ടൻ സഖ്യകക്ഷി, അതിന്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരിക്കലും മറക്കരുത്. യു സെല്ലിംഗ് വ്യാജ CD, ബാഡ്. 不知道你在说什么，不买 CD 就算了。ചൈന പിച്ചക്കാരകാലം കഷ്ടം. ആരാണത്? കള്ളൻ ഓടി വരണേ, രക്ഷിക്കണേ. കള്ളൻ ആരോടാ കള്ളൻ? കുടിക്കാൻ ഇല്ലോളം വെള്ളം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ബാഗ് തപ്പി നോക്കിയാണ്. അതിനിടന്ന് അലറണ. എന്റെ ബാഗ് തപ്പുമ്പോ എന്നോട് ചോദിക്കണ്ടേ? ചോദിക്കണമെങ്കിൽ താൻ ബാഗിനടുത്ത് വന്ന് നിൽക്കണ്ടേ? അതെ, ഒരു ജോലിക്ക് വേണ്ടി ഒരാളെ പരിചയപ്പെടുത്തി തരാം, അതിന് ഈ പാർക്കിൽ വന്നാ മതി എന്ന് ഒരു നാറി എന്നോട് പറഞ്ഞു. 600 ഏക്കറുള്ള ഈ പറമ്പിൽ രാവിലെ മുതൽ തെണ്ടി നടക്കേണിയായി. അവനെയും തേടി ചതിച്ചതാ. വിശന്ന് ചാകാറായി, ദാഹം കൊണ്ട് തൊണ്ട വരണ്ടപ്പ അറിയാതെ ഇല്ലോളം ബാഗ് തപ്പിപ്പോയാണ്. ക്ഷമി. അത് ശരി. ഈ കണ്ഠ കൗവീനൊക്കെ കണ്ടാൽ വലിയ ഉദ്യോഗസ്ഥനാണെന്നേ തോന്നൂ. പണിയൊന്നുമില്ല അല്ലേ? സാറിന് എന്താണ് പണി? പണി വല്ലതുണ്ടെങ്കിൽ പാർക്കിൽ വന്ന് കിടക്കുവോ? അപ്പൊ പറഞ്ഞു വരുമ്പോ നമ്മൾ ഒരേ റൂട്ടിൽ ഓടുന്ന വണ്ടികളാണല്ലേ? ബൈ ദ ബൈ, എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ജെയിംസ് തിരുവനന്തപുരം. ഞാൻ മുകുന്ദൻ ചെമ്മണ്ണൂരാണ്. താങ്ക് യു. അപ്പോ പൊതുവായ ഒരു അടിയന്തര പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കാനുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ യല്ലറോ?
സോറി അറബി അറിയില്ലല്ലേ കൂടെ വരാൻ ആ, ആ.